ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഓഗസ്റ്റ് 2, ഒന്നാമത്തെ വായനാഭാഗം 2 ശമൂവേൽ 19 അധ്യായം. ഇവിടെ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം രാജാവ് കരഞ്ഞുകൊണ്ട് അവിടെ ഉള്ളിലിങ്ങനെ നടക്കുന്നതാണ് കാണുന്നത്. അബ്ശാലോമേ 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 എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് രാജാവ് വ്യസനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് യോവാബ് അറിയുന്നു, ജനമെല്ലാം അറിയുന്നു. ജനമാണെങ്കിൽ ആ ജയം, അങ്ങനെ ഒരു ജയം ഉണ്ടായിട്ട് തിരിച്ച് നാണിച്ചൊളിച്ച് വരുന്നവരെ പോലെയാണ്, തോറ്റിട്ട് വരുന്നവരെ പോലെയാണ് ജനം അന്ന് പട്ടണത്തിലേക്ക് തിരിച്ചു വന്നത്. രാജാവ് അപ്പോഴും ഈ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ യോവാബ് അരമനയിൽ രാജാവിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ടൊരു കാര്യം പറഞ്ഞു. ഇന്ന് നിൻ്റെയും നിൻ്റെ പുത്രീപുത്രന്മാരുടെയും നിൻ്റെ ഭാര്യമാരുടെയും വെപ്പാട്ടികളുടെയും ജീവനെ രക്ഷിച്ചിരിക്കുന്ന സകല നിൻ്റെ ഭൃത്യന്മാരെയും നീ ഇന്ന് ലജ്ജിപ്പിച്ചിരിക്കുകയാണ്. നിന്നെ പകയ്ക്കുന്നവരെ നീ സ്നേഹിക്കുന്നു. അതായത് അബ്ശാലോം നിന്നെ പകയ്ക്കാൻ വന്നവനാണ്, അവനെ നീ സ്നേഹിക്കുന്നു. തൻ്റെ ജീവൻ കളഞ്ഞ് നിനക്ക് രക്ഷ തരാൻ വേണ്ടിയിട്ട്, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന് പോയ ആളുകളെ നീ വലിയ വാല്യൂ കൊടുക്കുന്നില്ല, വില കൊടുക്കുന്നില്ല എന്നും ഇന്ന് കാണിച്ചിരിക്കുന്നു. അബ്ശാലോം ജീവിച്ചിരിക്കുകയും ഞങ്ങളെല്ലാവരും ഇന്ന് മരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിനക്ക് നല്ല പ്രസാദമാവുമായിരുന്നല്ലേ എന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് യോവാബ് പറയാണ്. ആകയാൽ ഇപ്പോൾ എഴുന്നേറ്റ് പുറത്തു വന്ന് നിൻ്റെ ഭൃത്യന്മാരോട് സന്തോഷമായി സംസാരിക്കാം. നീ പുറത്ത് വരാത്ത പക്ഷം രാത്രിയാണ്, യഹോവയാണ്, ഈ രാത്രി ആരും നിന്നോട് കൂടെ താമസിക്കില്ല. ഇത് നിൻ്റെ ബാല്യം മുതൽ നിനക്ക് ഇതുവരെ ഭവിച്ചിട്ടുള്ള സകല അനർത്ഥത്തെക്കാളും വലിയതായിരിക്കും. അപ്പോൾ രാജാവ് എഴുന്നേറ്റ് പടിവാതിൽക്കൽ ചെന്ന് രാജാവ് ജനത്തിനെല്ലാം കണ്ടു. ജനത്തിൻ്റെ മുമ്പിൽ കൈ കാണിച്ചു കാണും. അങ്ങനെ രാജാക്കന്മാരൊക്കെ അങ്ങനെയല്ലോ, കൈയൊക്കെ കാണിച്ചു നമസ്കരിച്ച് ഒക്കെ ജനത്തിന് സന്തോഷമായി. അപ്പം ഇസ്രായേലരൊക്കെ താങ്കളുടെ വീടുകളിലേക്ക് ഓടിപ്പോയിരുന്നു. എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലുമുള്ളവർ ജനമൊക്കെയും തമ്മിൽ തർക്കിച്ചു. രാജാവ് നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, ഫിലിസ്ത്യരുടെ കയ്യിൽ നമ്മെ വിടുവിച്ചതും അവൻ തന്നെ. ഇപ്പോഴും അബ്ശാലോം നിമിത്തം അവൻ നാട് വിട്ട് ഓടിപ്പോയിരിക്കുന്നു. നമുക്ക് രാജാവായി ഇന്ന് അഭിഷേകം ചെയ്യുന്നതിന് അബ്ശാലോം പടയിൽ പെട്ടുപോയി. ആകയാൽ രാജാവിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ഇസ്രായേലിൽ പറയുന്നതാണ്. എന്നാൽ യഹൂദ മൂപ്പന്മാർ അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് ദാവീദ് മനസ്സിലാക്കുന്നത്. ദാവീദ് അബ്യാഥാറിനോടും സാദോക്കിനോടും, അവർ രണ്ടും പുരോഹിതന്മാരാണല്ലോ, അവരോട് ആളയച്ച് പറഞ്ഞു, നിങ്ങൾ യഹൂദൻ മൂപ്പന്മാരോട് ഇങ്ങനെ കാര്യം പറയണം. രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ പിമ്പന്മാരായി നിൽക്കുന്നത് എന്താണ്? അപ്പോൾ ഇസ്രായേലിൽ മുമ്പന്മാരായി നിൽക്കുന്നു, ഇസ്രായേൽ താല്പര്യത്തോടെ നിൽക്കുന്നു. പക്ഷേ യഹൂദ ഗോത്രം അതിന് താല്പര്യത്തോടെ നിൽക്കുന്നില്ല. രാജാവിനെ അരമനയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ എല്ലാ ഇസ്രായേലിൻ്റെയും സംസാരം ദാവീദിൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ എൻ്റെ സഹോദരന്മാർ, എൻ്റെ അസ്ഥിയും മാംസവുമല്ലോ. രാജാവിനെ മടക്കി വരുന്ന കാര്യത്തിൽ നിങ്ങൾ പിമ്പന്മാരായി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ അമാസയോട്, നീ എൻ്റെ അസ്ഥിയും മാംസവുമല്ലോ, നീ യോവാബിന് പകരം എപ്പോഴും എൻ്റെ മുമ്പിൽ സേനാപതിയായിരിക്കുന്നില്ല എങ്കിൽ ദൈവം തക്കവണ്ണം അധികം എന്നോട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് യോവാബിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ആഗ്രഹത്തിലാണ് ദാവീദ് എന്നാണ്. ചെയ്യട്ടെ എന്ന് പറയും. ഇങ്ങനെ അവൻ സകല യഹൂദ പുരുഷന്മാരുടെ ഹൃദയം ഒന്നുപോലെ ആകർഷിച്ചു. ആകയാൽ അവർ നീയും നിൻ്റെ സകല ഭൃത്യന്മാരും മടങ്ങി വരുവനെന്ന് രാജാവിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചു. അങ്ങനെ രാജാവ് യോർദാനിലെത്തി. അപ്പം യോർദാനിൽ കടന്നിപ്പുറത്ത് വരണം. ഇനി ഇവിടെ ഉള്ളവർ അവിടെ ചെന്ന്, എല്ലാവരും കൂടെ അവിടെ ചെന്ന് ഇവരെ കൂട്ടിക്കൊണ്ട് വരണം, രാജാവിനെ പോയ ആളുകളെല്ലാം. അപ്പം അവിടെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ശിമെയിയും രാജാവിനെ എതിരേൽപ്പാൻ വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ശിമെയി എതിരേൽപ്പാൻ വരുന്നു. അപ്പോൾ ശിമെയി എന്ന് രാജാവിനോട് ക്ഷമ ചോദിക്കാൻ സീബ വന്നിട്ടുണ്ട്, മെഫിബോശത്ത് വന്നിട്ടുണ്ട്, ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടേതായ ഭാഗങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പം ശിമെയി പറയുന്നത്, എന്നോട് ക്ഷമിക്കണം, ഞാൻ രാജാവിൻ്റെ മുമ്പിൽ അങ്ങ് വീഴുകയാണ്, എൻ്റെ കുറ്റം എനിക്ക് കണക്കിടരുതേ. ശിമെയി കഴിഞ്ഞ ദിവസം നമ്മൾ വായനയിൽ ശപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ശിമെയി ഇപ്പോൾ അടിയൻ പാപം ചെയ്തിരിക്കുന്നെന്ന് അറിയുന്നു, അതുകൊണ്ട് യജമാനായ രാജാവിനെ എതിരേൽക്കേണ്ടതിന് ഇറങ്ങി വരുവാൻ യോസഫിൻ്റെ സകല ഗ്രഹത്തിലും വെച്ച് അടിയൻ ഇന്ന് മുമ്പനായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ അഭിഷേകം ചോദിക്കുന്നുണ്ട്, ഇവനെ ഞാൻ കൊന്നുകളയട്ടെ, യഹോവയുടെ അഭിഷക്തനെ ശപിച്ചവനല്ലേ എന്ന്. അയ്യോ, അങ്ങ് ചെയ്യരുത്, ഇന്ന്
നിങ്ങൾ എനിക്ക് എതിരാളികൾ ആകരുത്, കാരണം ഇന്ന് ഞാൻ ഇസ്രായേലിന് രാജാവ് ആണ്. അതുകൊണ്ട് ശിമയോട് പറഞ്ഞു, നീ മരിക്കില്ല എന്ന് രാജാവിനോട് സത്യം ചെയ്തു. അതിന് മെഫീശോബത്തും വന്നു. മെഫീബോശത്തിനോട് ചോദിച്ചു, നീ എൻ്റെ കൂടെ വരാത്തതെന്തെന്ന് ചോദിച്ചു. യജമാന രാജാവ്, എൻ്റെ ഭൃത്യൻ എന്നെ ചതിച്ചു. അത് സീബയെക്കുറിച്ച് പറയുന്നതാണ്. എൻ്റെ ഭൃത്യൻ എന്നെ ചതിച്ചു, കഴുതപ്പുറത്ത് കയറി രാജാവിനോടുകൂടി പോകേണ്ടതിന് കോപ്പിടണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ മുടന്തനാണല്ലോ. അവൻ യജമാനൻ്റെ അത് എനിക്ക് ചെയ്തു തന്നില്ല. മാത്രമല്ല, അവൻ യജമാന രാജാവിനോട് അടിയനെക്കുറിച്ച് നുണയും പറഞ്ഞു. എങ്കിലും അതും ഇപ്പം നമ്മൾ നുണയാണെന്ന് സംശയിച്ച കാര്യം ഇവിടെ ഇതും ശരിയാണെന്നറിയില്ല. പക്ഷേ മെഫീബോശത്ത് പറയുന്നത് എന്നെക്കുറിച്ച് സീബ നിന്നോട് നുണ പറഞ്ഞു എന്നാണ്. എങ്കിലും യജമാന രാജാവ് ദൈവദൂത തുല്യനാകുന്നു, തിരുമനസ്സിൽ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. ഞാൻ മരണയോഗ്യനായിരുന്നെങ്കിലും എന്നെ രാജാവിൻ്റെ മക്കളോടുകൂടി രാജകൊട്ടാരത്തിൽ ഭക്ഷണത്തിലാക്കി, ഒരുപോലെയാക്കി. അപ്പം നീ ഇനി അധികം സംസാരിക്കണ്ട, നിനക്കും സീബയ്ക്കും നിൻ്റെ നിലം നിങ്ങൾ പകുത്തെടുത്തോളാൻ പറയും. അപ്പം മെഫീബോശത്ത് രാജാവിനോട്, അല്ല, അവൻ തന്നെ മുഴുവൻ എടുത്തുകൊള്ളട്ടെ, രാജാവ് സമാധാനത്തോടെ തിരികെ എത്തിയല്ലോ. അപ്പം മെഫീബോശത്ത് ഇത് പറയുന്നത് കൊണ്ട് മെഫീബോശത്തിൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് നമുക്ക് ചിന്തിക്കാം. സീബ കള്ളം പറഞ്ഞതായിരിക്കാം. നിലമെന്ന് പറഞ്ഞാൽ ചെറിയ നിലമൊന്നും ആയിരിക്കില്ല, നല്ല ഭൂമിഭാഗം ഉണ്ടായി, കൃഷിഭൂമി, നല്ല ഭൂമി വിഭാഗം ഉണ്ടായിരിക്കും. അപ്പോൾ അത് കൊടുക്കാം, എടുത്തോളാം, നീ എൻ്റെ പകുതി അവനിൽ നിന്ന് എടുത്തോളാൻ പറയുമ്പോൾ, ഇല്ല, എനിക്ക് വേണ്ട, അത് സീവയ്ക്ക് എന്നെ കൊടുത്തേക്കാൻ പറയുന്ന ഭാഗത്ത് ഒരു നീതീകരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് സീബ പറഞ്ഞത് കളവ. സീബ അയാളോട് ഈ പറഞ്ഞത്, ദാവീദ് രാജാവിനോട് പറഞ്ഞത് കളവായിരിക്കാനുള്ള സാധ്യത കൂടുതലായി തോന്നുകയാണ്. രാജാവിനെ യോർദാൻ കടത്തി അയക്കാൻ വേണ്ടി ബെർസില്ലായി വരുന്നുണ്ട്. ബെർസില്ലായി നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ്, 80 വയസ്സാണ് പറയുന്നത്. രാജാവിനെ ഇപ്പുറത്ത് കടത്തി അയക്കാൻ വേണ്ടി അവിടെ ദാവീദ് ഉണ്ടായിരുന്ന സ്ഥലത്തെ ആളാണ്. അപ്പോൾ രാജാവ് അവിടെ മഹനീമയിൽ കാത്തിരുന്ന കാലത്ത് ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തത് ഇയാളായിരുന്നു, ബെർസില്ലായി ആയിരുന്നു. മഹാധനികനാണ്. അപ്പം ആ ഒരു നന്ദി വെച്ചിട്ട് ദാവീദ് പറയുന്നുണ്ട്, നീ എന്നോട് കൂടെ പോരുക, ഞാൻ നിന്നെ യെരൂശലേമിൽ എൻ്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കുമെന്ന് പറഞ്ഞു. ബെർസില്ലായി രാജാവിനോട് പറഞ്ഞത്, ഞാൻ രാജാവിനോടുകൂടി യെരൂശലേമിൽ വരുന്നത് എന്തിന്? ഞാൻ ഇന്ന് എത്ര നാൾ ജീവിച്ചിരിക്കും? എനിക്ക് ഇന്ന് 80 വയസ്സായിരിക്കുന്നു. നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയാമോ? ഭക്ഷണ സാധനങ്ങളുടെ സ്വാദ് അടിയനറിയാമോ? സംഗീതക്കാരത്തികളുടെയും സ്വരം എനിക്കിനി കേട്ട് രസിക്കാമോ? അതുകൊണ്ട് ഞാൻ അടിയന് അങ്ങേക്ക് ഭാരമായിരിക്കുന്നില്ല. ഞാൻ യോർദാനിൽ ഇവിടെ വന്ന് അങ്ങയെ യോർദാൻ കടത്തി വിടണമെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. എനിക്ക് ഇങ്ങനെ ചെയ്ത് അങ്ങേക്ക് തോന്നിയത് നന്ദി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കല്ലറ ഉള്ള സ്ഥലത്ത് തന്നെ ഞാൻ എന്നെയും മരിച്ചടക്കണം. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. നിൻ്റെ ദാസനായ കിംഹാം എന്നൊരാളിനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അവൻ യജമാനായ രാജാവിനോട് കൂടെ പോരട്ടെ, നിനക്ക് പ്രസാദമായത് നീ അവന് ചെയ്തു കൊടുത്താൽ മതി എന്നും പറയുന്നുണ്ട്. അപ്പോൾ കിംഹാം എന്നോട് കൂടെ പോരട്ടെ എന്നും പറഞ്ഞ് ബെർസില്ലായി യോർദാനിൽ കടന്ന് അവർ ചുംബനം ചെയ്ത് അനുഗ്രഹിച്ച് രാജാവിനെ പറഞ്ഞയക്കുകയാണ്. ഒരു സ്വദേശത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും ഇപ്പോൾ തിരിച്ച് യഹൂദ ജനമൊക്കെയും പുരുഷന്മാരൊക്കെയും രാജാവിൻ്റെ അടുക്കൽ വന്ന് രാജാവിനോട്, ഞങ്ങളുടെ സഹോദരന്മാരായ യഹൂദ പുരുഷന്മാർ രാജാവിനെയും അവൻ്റെ കുടുംബത്തെയും ദാവീദിൻ്റെ സകല പരിചാരകന്മാരെയും മോഷ്ടിച്ചു കൊണ്ടുവന്ന് യോർദാൻ കടത്തിയത് എന്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ഒരു രാജാവിനെ കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഈ യഹൂദർ വന്ന് ദാവീദിനെ ഇങ്ങനെ കൊണ്ടുവന്നതിനെ സംബന്ധിച്ച് പുരുഷന്മാർ ഇസ്രായേലിൽ പറയുന്ന ഒരു പരാതിയാണ്. അതായത് ബാക്കിയുള്ള ഗോത്രങ്ങൾ പറയുന്ന പരാതിയാണ്. യഹൂദ ഗോത്രം ഒഴിച്ച് ബാക്കിയുള്ള ഗോത്രങ്ങൾ പറയുന്ന പരാതിയാണ്. മോഷ്ടിച്ചു കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അതിന് യഹൂദ പുരുഷന്മാരൊക്കെ ഇസ്രായേൽ പുരുഷന്മാർ, രാജാവ് ഞങ്ങൾക്ക് അടുത്ത ചാർച്ചക്കാരനാകൊണ്ട് തന്നെ അതിനെ നിങ്ങൾ കോപിക്കുന്നത് എന്ത്? ഞങ്ങൾ രാജാവിൻ്റെ വക വല്ലതും തിന്നുവോ? ഞങ്ങൾക്ക് വല്ല സമ്മാനവും തന്നുവോ? അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ, യഹൂദ പുരുഷന്മാർ, രാജാവിങ്കൽ ഞങ്ങൾക്ക് 10 ഓഹരിയുണ്ട്, ദാവീദിങ്കൽ ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ അധികം അവകാശമുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ 10 ഗോത്രങ്ങളാണല്ലോ ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പുറത്ത് യഹൂദ കഴിഞ്ഞിട്ട്, യഹൂദയും ബെന്യാമീനും കഴിഞ്ഞാൽ പിന്നെ 10 ഗോത്രങ്ങളാണ്. അപ്പോൾ ആ 10 ഗോത്രങ്ങൾ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പറയുകയാണ്. നിങ്ങൾ ഞങ്ങളെ ധിക്കരിച്ചതെന്ത്? ഞങ്ങളുടെ രാജാവിനെ തിരികെ കൊണ്ടുവരേണ്ടതിന് ഞങ്ങളല്ലേ ആദ്യം പറഞ്ഞത് എന്ന് ഉത്തരം പറഞ്ഞു.
ശരിയാണ്. യഹൂദ ഗോത്രത്തോട് രാജാവ് ആളെ അയച്ച് അങ്ങോട്ട് പറയിച്ചപ്പോഴാണ് അവർക്ക് അതിനെക്കുറിച്ച് ബോധം വന്നത്. പക്ഷേ അതിനു മുമ്പ് ഇസ്രായേലിൽ രാജാവിനെ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. അവരാണ് ആദ്യം തീരുമാനിച്ചത്. അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ യഹൂദ പുരുഷന്മാരുടെ വാക്ക് ഇസ്രായേൽ പുരുഷന്മാരുടെ വാക്കിനേക്കാൾ അധികം കഠിനമായിരുന്നു. അപ്പോൾ യഹൂദ പുരുഷന്മാർ അവർക്ക് വന്ന തെറ്റിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ താമസിച്ചാണ് ഇത് ചെയ്തതുകൊണ്ട് ഒന്ന് താഴാനോ ഒരു നല്ല വർത്തമാനം പറയാനോ യഹൂദ ഗോത്രത്തിലുള്ളവർ തയ്യാറായില്ല. അവർ ഇസ്രായേൽ മക്കൾ ഒന്ന് പറഞ്ഞപ്പോൾ ഇവർ രണ്ട് പറഞ്ഞു. അത്ര കഠിനമായിട്ടാണ് ഇസ്രായേൽ മക്കൾ അവരോട് സംസാരിച്ചതെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ അവസാനത്തേതിൽ വരുമ്പോൾ സംസാരമാണ് അല്ലെങ്കിൽ വർത്തമാനമാണ്, നാക്കാണ് അത് ബന്ധങ്ങളെ വഷളാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇവർക്ക് കുറ്റമുണ്ടെന്ന് ഇവർക്കറിയാം. ദാവീദ് രാജാവ് പറഞ്ഞയച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടത്. ഇസ്രായേൽ ബാക്കിയുള്ള ഗോത്രങ്ങൾ രാജാവിനെ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാകുന്നു എന്നുള്ളത് ദാവീദ് പോലും അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊന്ന് താഴാനോ നല്ല വാക്ക് സംസാരിക്കാനോ ഞങ്ങളോട് ക്ഷമിക്ക്, ഞങ്ങൾക്ക് അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറയാനോ ഒന്നും അവർക്ക് മനസ്സ് വന്നില്ല. അപ്പം അപ്പോൾ ഇത് ശരി, യഥാർത്ഥത്തിൽ ഇത് വെറുതെ നാവ് സംസാരിക്കുന്നതല്ല, ഹൃദയത്തിലുള്ളതാണ് നാവ് സംസാരിക്കുന്നത്. യേശുക്രിസ്തു പറയുന്നുണ്ടല്ലോ, ഹൃദയം നിറയുന്നത് അത്രയും നാവ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഹൃദയത്തിൽ നിറഞ്ഞാണ്. അപ്പോൾ ഒരിക്കലും നാവിനെ കുറ്റം പറയണ്ട. നാവ് പാവം നാവ്, ഹൃദയം തള്ളി വിടുന്നതാണ് നാവ് പറയുന്നത്. അപ്പം അങ്ങനെ ഹൃദയം വളരെ കഠിനമായ ഹൃദയമായിരുന്നു യഹൂദന്മാരുടെ ഹൃദയം ആ സമയത്ത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളുക. നമ്മുടെ ഒരു നല്ല വർത്തമാനം ഒരു സംഘർഷത്തെ ലഘൂകരിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ അവസാനം നമ്മളൊരു കാണുന്ന പാഠം. ഇതിൻ്റെ ഈ അധ്യായത്തിൻ്റെ അവസാനം പല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു ദീർഘമായ അധ്യായമായിരുന്നു. 41 വാക്യമാണെങ്കിലും ചില വാക്യങ്ങളൊക്കെ തന്നെ ഒരുപാട് ദീർഘമായ വാക്യങ്ങളായിരുന്നു. അങ്ങനെ 19-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം. ഇവിടെ ഇടയന്മാരോടും പ്രവാചകന്മാരോടും, ഇടയന്മാരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും അവർക്കുള്ള ശിക്ഷയെ സംബന്ധിച്ച്, അവരുടെ ചെയ്തികളെ സംബന്ധിച്ച് ആണ് ഈ 23-ാം അധ്യായം പൂർണ്ണമായും എഴുതപ്പെട്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ വായിക്കുന്നത്, എൻ്റെ മേച്ചൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്ന് ദൈവം പറയാം. അതുകൊണ്ട് തൻ്റെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെക്കുറിച്ച് ഇസ്രായേൽ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഞാനിതാ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും. എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവ ഞാൻ അവയെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകും. അവയെ മേയ്ക്കേണ്ടത് ഞാൻ വേറെ ഇടയന്മാരെ നിയമിക്കും. വേറെ എന്നോട് എഴുതിയിട്ടില്ല. അവരെ മേയ്ക്കേണ്ടതിന് നിങ്ങളല്ലാത്ത ഇടയന്മാരെ അവിടെ നിയമിക്കും. അവ ഇനി പേടിക്കുകയില്ല, ഭ്രമിക്കുകയുമില്ല, കാണാതെ പോവുകയുമില്ല. ഞാൻ ദാവീദിന് നീതി ഉള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്തെ നീതി ന്യായവും നടത്തും. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അത്. ദാവീദിന് നീതിയുള്ളൊരു മുള. അപ്പോൾ ഈ മുള എന്ന് പറയുന്നത്, നീതിയുള്ള മുള എന്ന് പറയുന്നത്, ദാവീദിന് നീതിയുള്ള മുള എന്ന് പറയുന്നത് ദാവീദിൻ്റെ കുടുംബത്തിലാണല്ലോ യേശു ജനിക്കുന്നത്. രാജാവായി വാണ് ദേശത്ത് നീതി ന്യായവും നടത്തുമെന്നാണ് പറയുന്നത്. അവൻ്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവൻ യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനി പറയാതെ, ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ സന്തതിയെ വടക്കുദേശത്ത് നിന്നും ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ദേശങ്ങളിൽ നിന്നും പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും. അവർ തങ്ങളുടെ സ്വന്തം ദേശത്ത് വസിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെയും ഇത് കണ്ടതാണ്. ഈ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവ എന്ന് പറയാതെ വടക്ക് ദേശത്ത് നിന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവ എന്ന് പറയുന്ന കാലം വരും. ആ ഒരു കാലത്തിലാണ് അവരിന്ന് ജീവിക്കുന്നത്. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറയുന്നൊരു കാലമുണ്ടായിരുന്നു. അവിടുന്ന് ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് ശേഷം ലോകത്തെമ്പാടും ചിതറിക്കപ്പെട്ടു പോയവർ ചിതറിപ്പാർക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പിതൃദേശത്തേക്ക്, തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞു എന്നുള്ളത് ആണ് അവരുടെ മുമ്പിൽ ഏറ്റവും പ്രധാനമായിട്ടും അവരുടെ തലച്ചോറിനകത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മിസ്രയീം അവർക്ക് ഇന്നുള്ള തലമുറയ്ക്ക് മിസ്രയീം അല്ല പ്രധാനം. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്നുള്ളതല്ല, മറിച്ച് ലോകത്തിൻ്റെ മറ്റ് നാനാഭാഗങ്ങളിൽ നിന്നും വടക്ക് നിന്നുമൊക്കെ ഞങ്ങളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് അവർക്ക് അവരുടെ സ്മരണയിലുള്ളത്, അല്ലെങ്കിൽ അവർക്ക് പ്രാധാന്യമുള്ളത്. പിന്നെ കാണുന്നത് പ്രവാചകന്മാരെക്കുറിച്ചുള്ള അരുളപ്പാടെന്നാണ്. എൻ്റെ ഹൃദയം
എൻ്റെ ഉള്ളിൽ നുറുങ്ങിയിരിക്കുന്നു, എൻ്റെ അസ്ഥികളൊക്കെയും ഇളകുന്നു. യഹോവ നിമിത്തവും അവൻ്റെ വിശുദ്ധ വചനങ്ങൾ നിമിത്തവും ഞാൻ മത്തനായിരിക്കുന്നവനെ പോലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നവനെ പോലെ ആയിരിക്കുന്നു. യിരെമ്യാ പ്രവാചകനെക്കുറിച്ച് തന്നെ പറയുന്ന കാര്യമാണ്. ദേശം വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ശാപനിമിത്തം ദേശം ദുഃഖിക്കുന്നു. അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു. ആരാണ്? പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു. എൻ്റെ ആലയത്തിലും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. അതുകൊണ്ട് അവരുടെ വഴി അവർക്ക് ഇരുട്ടത്ത് വഴിവഴിപ്പായിരിക്കും, അവർ അതിൽ കാൽ തെറ്റി വീഴും. ആര്? ഈ പറഞ്ഞ പ്രവാചകന്മാരും പുരോഹിതന്മാരും. ശമര്യയിലെ പ്രവാചകന്മാരിൽ ഞാൻ ഭോഷത്വം കണ്ടിരിക്കുന്നു. അവർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ച് എൻ്റെ ജനമായ ഇസ്രായേലിനെ തെറ്റിച്ച് കളഞ്ഞു. യെരൂശലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ വിശ്വാസത്യാഗിനിയായ ഇസ്രായേലിനേക്കാൾ പാതകിയായ യഹൂദ അധികം ദോഷം ചെയ്തിരിക്കുന്നു എന്ന് ദൈവം പറയുന്നത്. ഇസ്രായേലിനെ തെറ്റിച്ച് കളഞ്ഞു. യെരൂശലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു. അവർ വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നു. ഈ വ്യഭിചാരം എന്ന് പറയുന്നത് ദൈവത്തെ വിട്ട് അന്യദൈവങ്ങളെ അടുത്ത് പോകുന്നതിനെ സംബന്ധിച്ചാണ്, അല്ലാതെ ആ വാക്കിൻ്റെ അർത്ഥത്തിലേക്ക് പോകരുത്. ആരും തൻ്റെ ദുഷ്ടത വിട്ടുതിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. അവരെല്ലാവരും എനിക്ക് സൊദോം പോലെയും അതിലെ നിവാസികൾ ഗോമോറ പോലെയും ഇരിക്കുന്നു. സൊദോമിലും ഗോമോറയിലും എന്ത് ചെയ്യുന്നത് നമുക്കറിയാം. അതിനെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അതിനെ നശിപ്പിക്കുകയായിരുന്നു. ലോത്ത് ഓടിപ്പോയി തിരിഞ്ഞു നോക്കിയപ്പം അവിടെ പുകച്ചുരുളുകൾ, പട്ടണം കത്തിത്തീർന്ന് പുകച്ചുരുളുകളാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുപോലെ നശിപ്പിക്കുമെന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് സൈന്യങ്ങളുടെ അഭിപ്രകാരം അവർ ചെയ്യുന്നു. പ്രവാചകന്മാരെക്കുറിച്ച് ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും. യെരൂശലേമിലെ പ്രവാചകരിൽ നിന്നല്ലോ വഷളത്വം ദേശത്തെല്ലായിടത്തും പരന്നിരിക്കുന്നതെന്നാണ്. ഇവരുടെ വഷളത്വം നിമിത്തമാണ് ദേശത്തെല്ലായിടത്തും വഷളത്വം പെരുകിയത്, വഷളത്വം ഉണ്ടായതെന്നാണ് ദൈവം അതിനെ കണ്ടിരിക്കുന്നത്. ദൈവം അത് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മനുഷ്യർക്ക് അത് മനസ്സിലായില്ലെങ്കിലും ദൈവത്തിന് അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് സംഭവിച്ചത്, എവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്, എവിടെ നിന്നാണ് ദേശങ്ങളിൽ ഇത് എത്തിയിരിക്കുന്നുള്ളത്. ദൈവം വീണ്ടും തുടർന്ന് പറയുകയാണ്, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. നോക്കുമ്പോൾ എന്താണ്? നാട്ടിൽ പ്രവാചകന്മാരുണ്ട്. പ്രവാചകന്മാർ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുകയാണ്. അവരെ ജനത്തിന് ബഹുമാനമാണ്, കാരണം പ്രവാചകന്മാരാണല്ലോ. പക്ഷേ ദൈവം പറയുന്നത് എന്താണ്? അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുകയാണ്. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിൽ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. യഹോവയുടെ വചനം ദർശിച്ച് കേൾപ്പാൻ തക്കവണ്ണം അവൻ്റെ ആലോചന സഭയിൽ നിന്നിരുന്നവനാർ, അവൻ്റെ വചനം കേട്ട് ശ്രദ്ധിച്ചിരിക്കുന്നവനാർ? ദൈവം ചോദിക്കുകയാണ്. അങ്ങനെയൊക്കെ ശ്രദ്ധയോടെ ഇരിക്കുന്നവരാരാണ്? വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. ഇവിടെ ഈ കൂട്ടത്തിൽ അങ്ങനെ ഒരുവനെ പോലെ ഇല്ല എന്നുള്ളതാണ് ദൈവം ഇവിടെ ഈ കാലഘട്ടത്തിൽ ഈ ജനത്തെ സംബന്ധിച്ച് പറയുന്നത്. ഞാൻ അവരോട് അരുളി ചെയ്യാതിരുന്നിട്ടും അവർ പ്രവചിച്ചു എന്നാണ്. ദൈവം അവരോട് സംസാരിച്ചിട്ടില്ല. പക്ഷെ അവർ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ദൈവം ഇന്നത് പറഞ്ഞു, അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്ന് അവർ ജനത്തിനോട് സംസാരിക്കുകയാണ്. എൻ്റെ ആലോചന സഭയിൽ അവർ നിന്നിരുന്നെങ്കിൽ എൻ്റെ വചനങ്ങൾ എൻ്റെ ജനത്തെ കേൾപ്പിച്ച് അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷം നിന്നും തിരിപ്പിക്കുമായിരുന്നു. പക്ഷെ അവരെൻ്റെ വഴിയിലല്ല. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവവുമാണ് എന്ന് ദൈവം പറയും. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമല്ല, ഞാൻ ദൂരസ്ഥനായ ദൈവവുമാണ്. അതുകൊണ്ട് എനിക്ക് ഇരുന്നാലും സമീപസ്ഥനായിരുന്നാലും എൻ്റെ ദൂരത്തോട് പോകുന്നതോറും എന്താണ്? കാഴ്ച കുറയും. ശരിയല്ലേ? അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയെ തൊളിപ്പാൻ കഴിയുമോ? എത്ര ദൂരത്തായിരുന്നാലും ഞാൻ നിങ്ങളെ കാണുന്നു എന്നാണ്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ? ദൂരെ ഇരുന്നാലും അടുത്തിരുന്നാലും അടുത്തിരിക്കുന്നവനെ പോലെ തന്നെയാണ് ദൈവം. അത്ര എല്ലാ കാര്യങ്ങളും തൊട്ടടുത്ത് അറിയുന്ന ദൈവമാണ്. ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാർ, അവർ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു കേട്ടോ എന്നും പറഞ്ഞ് ആ സ്വപ്നം അവരോട് പറയുകയാണ്. അപ്പോൾ ദൈവം കാണിച്ചു തന്ന സ്വപ്നം എന്നാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് ദൈവം കാണിച്ചു തന്നതായതുകൊണ്ട് നിങ്ങളിത് വിശ്വസിക്കണം. അതാണ് പ്രവാചകന്മാർ കള്ളപ്രവാചകന്മാരെന്ന് തന്നെയാണ് പറയുന്നത്. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നതിന് എൻ്റെ വചനം വിശ്വസ്തയോട് പ്രസ്താവിക്കട്ടെ. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റുപോലെയും ആകുന്നു. അതുകൊണ്ട് ഒരുത്തനോടൊരുത്തൻ എൻ്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു. തങ്ങളുടെ നാവെടുത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് എന്ന് പറയുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു. വ്യാജസ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് ഭോഷ്കുകൊണ്ടും വ്യർത്ഥ പ്രശംസ കൊണ്ടും എൻ്റെ ജനത്തെ തെറ്റിച്ച് കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല. ഇതാണ് ദൈവം നേരത്തെ പറയുന്നുണ്ട്. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് ഞാൻ കൽപ്പിച്ചിട്ടില്ല. ഞാൻ അവർ പറയുന്ന കാര്യം എൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഇതൊക്കെ ദൈവം ഇടയ്ക്ക് സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ യിരെമ്യാ പ്രവാചകൻ മാത്രമാണ്. യിരെമ്യാ പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് ഈ ജനത്തോട് ഇടപെടൽ സംസാരിക്കുമ്പോൾ
ഈ ഒരുത്തം മാത്രം ഇത് പറയുന്നത്, ബാക്കി എല്ലാ പ്രവാചകന്മാരും ഇതിനെതിരായ കാര്യമാണല്ലോ പറയുന്നത്. അപ്പോൾ അവർ, ഞാൻ മുമ്പ് തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഭൂരിപക്ഷം പേര് പറയുന്ന കാര്യത്തെ വിശ്വസിക്കുവാൻ ജനം മുതിരുന്നു. അത് ജനത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതിൽ ചില ന്യായമുണ്ടെന്ന് തോന്നും. എന്നുവെച്ചാൽ ഭൂരിപക്ഷം പേരും പറയുന്നത് ഇരമ്യാ പ്രവാചകൻ പറയുന്ന കാര്യമല്ല. ഇരമ്യാ പ്രവാചകൻ ഒരുത്തൻ മാത്രമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇരമ്യാ പ്രവാചകനെ കേൾക്കാൻ താല്പര്യമില്ല. ഇരമ്യാ പ്രവാചകനെയാണ് ദൈവം അയക്കാത്തതെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇതൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയേണ്ട. അവസാനം നമ്മൾ നോക്കുന്നത്, യഹോവയുടെ ഭാരമെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലും യഹോവ പ്രകാരം അത് ചെയ്യുന്ന യഹോവയുടെ ഭാരമെന്ന് പറയരുത്. ആ ഭാരമെന്ന വാക്ക് ഒരു ഭാരം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുകളൊക്കെ അതൊക്കെ ഭാരമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അനുഷ്ഠിക്കേണ്ടതാണ്. ആ തരത്തിൽ എനിക്കതിനെക്കുറിച്ച് ഭാരമുണ്ട് എന്നർത്ഥത്തിലാണ്. അതൊരിക്കലും അങ്ങനെ പറയരുതെന്നാണ് ദൈവം പറയുന്നത്. കാരണം അങ്ങനെയല്ല, അങ്ങനെ ഭാരമില്ല. അതുകൊണ്ട് തന്നെ അത് ഭാരമെന്ന് പറയരുത് എന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചിട്ട് നിങ്ങൾ യഹോവയുടെ ഭാരം എന്നീ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളെ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ തന്നിട്ടുള്ള നഗരത്തെയും എൻ്റെ മുമ്പിൽ നിന്ന് എറിഞ്ഞു കളയും. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നിത്യനിന്ദയും മറഞ്ഞു പോകാത്ത നിത്യലജ്ജയും വരുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇരമ്യാ പ്രവചനത്തിൻ്റെ 23-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. നമ്മൾ ഈ അധ്യായങ്ങളെല്ലാം വായിക്കുമ്പോഴും തുടർച്ചയായി ഒരേ കാര്യം തന്നെ പലവിധ വാക്കുകളാൽ, പലവിധ ആശയങ്ങളാൽ, പലവിധ സംഭവങ്ങളാൽ, പലവിധ പശ്ചാത്തലത്തിൽ, പലവിധ ഒരിടത്ത് കാണിക്കുന്നത് കളിമണ്ണാണെങ്കിൽ മറ്റൊരിടത്ത് ഓട്ടുപാത്രമാണ്, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രമാണ്, വേറൊരിടത്ത് കാണുന്നത് ഫ്രാത്തിൽ കൊണ്ടുവച്ച തുണിയാണ്. ഇങ്ങനെ പലതരം കാഴ്ചകളിലൂടെ, പലതരം ഉപമകളിലൂടെ, അല്ലെങ്കിൽ പല സിമ്പലുകളിലൂടെ ഇത് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുവാനാണ് ദൈവം ഇത് ഓരോ കാര്യങ്ങൾ മാറി മാറി ചെയ്യുന്നത്. അപ്പോൾ കളിമൺ പാത്രം ഉടഞ്ഞു പോയാൽ പിന്നെ അത് തിരിച്ചു ചേർക്കാൻ കഴിയില്ല എന്നുള്ളത് ജനത്തിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അവരുടെ ജീവിതത്തിൽ അത് അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു ഉദാഹരണം വെച്ചിട്ടാണ് ദൈവം ഈ കാര്യം അവരോട് സംസാരിക്കുന്നത്. ചിലർക്കെങ്കിലും ബോധ്യമാകുമായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന ആർക്കും ബോധ്യമാകുന്നില്ല എന്നുള്ള ഒരു സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് ഈ ജനം കടന്നു പോകുന്നത് എന്നുള്ളതാണ്. 3-ാമത്തെ വായനാഭാഗത്തിൽ നിന്ന് റോമർക്ക് എഴുതിയ ലേഖനം 10-11 അധ്യായം. ഇപ്പോൾ ഇന്നലെ 9-ാം അധ്യായത്തിൽ നമ്മൾ കുറേ ദൈവത്തിനെതിരെ നിൽക്കുന്നവരും അല്ലെങ്കിൽ ദുഷ്ടരായ മനുഷ്യരെയും ഒക്കെ ഈ ഇസ്രായേൽ ജനത്തെ തന്നെ പറയുന്നുണ്ട്. ഇസ്രായേൽ കടൽക്കരയിൽ മണൽ പോലെയായിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോമെ പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു എന്ന് യെശയ്യാവ് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇതൊക്കെയും പറഞ്ഞിട്ട് അവർ പ്രവൃത്തികൾ അന്വേഷിച്ചത് കൊണ്ടാണ്, വിശ്വാസത്തിൽ അന്വേഷിക്കുന്നത് കൊണ്ടാണ് അവർ ഇടറിപ്പോയത് എന്ന് പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ വായിക്കുന്നത്, സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാൻ ചെയ്യും, അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള യാചനയുമാണ്. പക്ഷേ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും അവർ ദൈവത്തോട് എരിവുള്ളവരാണ്. പക്ഷെ അവർ ചെയ്യേണ്ട കാര്യം, വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു എന്നുള്ളത് അവർക്കറിയില്ല. അത് ലേവ്യ പുസ്തകത്തിൽ പറയുന്ന പോലെ അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും, ന്യായപ്രമാണം ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും. അതാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. എന്നാൽ വിശ്വാസത്തിലുള്ള നീതി അതല്ല. അത് പറയുന്നത് യേശുവിനെ കർത്താവ് എന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായിട്ട് ഏറ്റുപറയുകയും വേണം. അപ്പം ഹൃദയത്തിലില്ലാത്തൊരു കാര്യം ഏറ്റുപറയാനൊക്കില്ല. ഹൃദയത്തിൽ സത്യസന്ധമായി യേശുവിനെക്കുറിച്ചുള്ള ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും യേശു എൻ്റെ രക്ഷകനാണ്, അല്ലെങ്കിൽ ഞാൻ യേശു മുഖാന്തരം രക്ഷിക്കപ്പെടും എന്ന് ഏറ്റുപറയുകയും വേണം. അങ്ങനെ പറഞ്ഞിട്ട് ചില പഴയ നിയമത്തിലെ ചില കോട്ടുകളൊക്കെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്കും കോട്ടുകളോടെ പറയുന്നുണ്ട്. എന്നിട്ട് എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവരില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പോൾ ഇത് ആ പ്രോസസ്സാണ്. ദൈവം അയച്ചിട്ട് ആ പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം അയച്ചിട്ട് ഈ അപ്പോസ്തലനടക്കമുള്ള
പൗലോസ് അടക്കമുള്ള അപ്പോസ്തലന്മാർ ഇത് പ്രസംഗിക്കുന്നു. അങ്ങനെ ജനം കേൾക്കുന്നു. കേട്ടിട്ട് ചിലർ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. ഇതൊക്കെ അതിൻ്റെ ഒരു ഘട്ടം ഘട്ടമായി നടക്കുന്ന ആ പ്രോസസ്സിൻ്റെ ഓരോ വഴികളാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ അവർ കേട്ടില്ലേ എന്ന് ചോദിക്കും. നിശ്ചയം അവർ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഈ യെശയ്യാ പുസ്തകത്തിൽ നിന്നും ആവർത്തന പുസ്തകത്തിൽ നിന്നൊക്കെ ചില വാക്കുകളിലൂടെ കോട്ട് ചെയ്തിട്ടാണ് ഇതിനെ പൗലോസ് അപ്പോസ്തലൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അവസാനം വായിക്കുന്നത്, ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. യെശയ്യാ പറയുന്നത്, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി. വീണ്ടും യെശയ്യാ 65-ാം അധ്യായത്തിൽ തന്നെ തുടർന്ന് പറയുന്നുണ്ട്, അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തെങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടിയെന്ന് ഇസ്രായേലിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പം എന്നെ അന്വേഷിക്കാത്തവർക്ക് ഞാൻ അങ്ങോട്ട് പോയി, ഞാനാണ് ദൈവം എന്ന് പറഞ്ഞവർക്ക് മനസ്സിലാക്കി, അവർ ക്രിസ്തുവിലൂടെ അവർ എന്നെ കണ്ടു, എന്നെ മനസ്സിലായി, എന്നെ വിശ്വസിച്ചു. എന്നാൽ അനുസരിക്കാത്ത ജനമായ ഇസ്രായേലിനോട് ഞാൻ ഇടവിടാതെ കൈനീട്ടിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് 11-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന, അപ്പോൾ ദൈവജനത്തെ, ഇസ്രായേൽ ജനത്തെ തള്ളിക്കളഞ്ഞുവെന്നാണോ ചിന്തിക്കുന്നത്? ഒരിക്കലുമല്ല. ഞാനും ഇസ്രായേലിലാണല്ലോ, അബ്രഹാമിൻ്റെ സന്തതിയായി ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവനാണ്. ദൈവം മുന്നറിയിച്ചിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ ഏലിയാവിൻ്റെ കാലത്ത് ഏലിയാവ് പറയുന്ന പോലെ, കർത്താവേ, അവർ നിൻ്റെ പ്രവാചകന്മാരെ കൊന്നു, നിൻ്റെ യാഗപീഠങ്ങൾ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അപ്പം അന്ന് ബാലിന് മുട്ടുകുത്താതെ 7000 പേരെ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു ദൈവം ഏലിയാവിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലത്തും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഈ കാലത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും, എല്ലാ തലമുറകളിലും കൃപയാലുള്ള ഒരു ശേഷിപ്പുണ്ട്. അപ്പോൾ അത് പ്രവൃത്തിയാലല്ല എന്നോട് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. പ്രവൃത്തിയാലല്ല. പ്രവൃത്തി കൊണ്ട് നിനക്ക് ഒരു തെരഞ്ഞെടുപ്പ് ലഭിച്ചെങ്കിൽ അവിടെ കൃപയ്ക്ക് അവിടെ വലിയ സ്ഥാനമില്ല. അപ്പോൾ കൃപയാലാണ് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ നിൻ്റെ പ്രവൃത്തിയേക്കാളും ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ എന്നാൽ മാത്രമേ കൃപയെന്ന് പറയാനൊക്കുള്ളൂ. അല്ലെങ്കിൽ കൃപ അല്ല എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ താൻ തിരഞ്ഞെടുത്തത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ദൈവമാർക്ക് ഈ ഇസ്രായേൽ ജനത്തിന് ഇന്ന് വരെ ഗാഠനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും ഒക്കെയും കൊടുത്തു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ആ ജനത്തോടെക്കുറിച്ച് അവരോട് തന്നെ പറയേണ്ടത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ദാവീദും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഈ ഇടറി എന്നൊക്കെ പറയുന്നത്. അതും അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട് 11-ന്റെ 9-ാമത്തെ വാക്യത്തിൽ. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്, അവർ വീഴേണ്ടതിനാണോ ഇടറിയെന്നാണോ വിചാരിക്കുന്നത്? ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുത്തുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര അധികമായിരിക്കുമെന്ന് ചിന്തിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് താഴോട്ട് ഈ ജാതികളിൽ നിന്ന് വന്ന ജനത്തോട്, അല്ലെങ്കിൽ ഇന്ന് പുതിയ വിശ്വാസത്തിലായിരിക്കുന്ന റോമയിലെ ജനങ്ങളോടൊക്കെ, വിശ്വാസികളോട് പറയുകയാണ്. അപ്പോൾ നീ ചിലപ്പം പറയും, ഈ സ്വാഭാവികമായ കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് ചിലപ്പോൾ നീ പറയും. അപ്പോൾ അവർക്കുള്ള ഉപദേശമാണ്, അവിശ്വാസത്താൽ അവ ഒഴിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളായ ഇസ്രായേലിനെ ദൈവം ആദരിച്ചില്ലെങ്കിൽ ജാതിയിൽ നിന്ന് വന്ന വിശ്വാസത്തിലേക്ക് വന്ന് നിന്നെയും ചിലപ്പോൾ ആദരിക്കാതെ വന്നേക്കാം. സ്വന്തം ജനത്തിന്, അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതി പരമ്പരയിൽപ്പെടുന്ന ദൈവം വേർതിരിക്കപ്പെട്ട, ദൈവത്തിന് വാഗ്ദത്തങ്ങൾ അബ്രഹാം മുഖാന്തരം കൊടുത്ത ജനത്തെ ദൈവം തള്ളിക്കളയാനിടയായാൽ നിന്നെ ഇന്ന് ഈ അന്ത്യകാലത്ത് നിനക്ക് സൗജന്യമായി ലഭിച്ച ഇതിനെ നീ ബഹുമാനിക്കാതെ ആദരിക്കാതെ ഇരുന്നാൽ നിന്നെയും ചിലപ്പോൾ ദൈവം ആദരിക്കാതെ വന്നേക്കാം. അതുകൊണ്ട് നീ സൂക്ഷിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഉപദേശം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് എഴുതപ്പെടുന്ന കാലത്ത് നോക്കുമ്പോൾ,
അവരോട് പൗലോസ് അപ്പോസ്തലൻ ഇനി വരാനിരിക്കുന്ന കാലത്തൊക്കെയും വായിക്കുമ്പം ഇസ്രായേലിന് എന്തുമാത്രം കഷ്ടങ്ങളാണ്. കഴിഞ്ഞ ഒരു 2000 വർഷം അവർ ലോകത്താകമാനം ചിതറി നടക്കുകയായിരുന്നു. അവർക്ക് പ്രത്യേകിച്ചൊരു ദേശമില്ലായിരുന്നു. 1948 അവർ ആ പ്രദേശത്ത്, അതിനെക്കുറിച്ച് പറയുന്നത് പലരും ഈ വടക്കു നിന്നൊക്കെ റഷ്യ പോലുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്ന ഇസ്രായേൽ ജനം, യഹൂദന്മാർ അവിടെ സ്ഥലം പണം കൊടുത്ത് വാങ്ങിയെന്നാണ്. അങ്ങനെ പണം കൊടുത്ത് വാങ്ങി ശേഖരിച്ച സ്ഥലമാണെന്നാണ് പറയുന്നത്. അങ്ങനെ അവരൊരു കൊച്ചു രാഷ്ട്രമാക്കി, ദേശമുണ്ടാക്കി, അങ്ങനെ ഒരു വലിയ അധ്വാനം അതിൻ്റെ പുറകെ ചെയ്യുകയും ആ ഭൂമിയൊക്കെ തരിശായി കിടന്ന, ചതുപ്പായി കിടന്ന നിലങ്ങളൊക്കെയും അവർ അധ്വാനിച്ച് അതിനെ ഫലഭൂയിഷ്ഠമാക്കുകയും ഇന്ന് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രൂട്ട്, ഏറ്റവും ബെസ്റ്റ് പച്ചക്കറികൾ, ഏറ്റവും ബെസ്റ്റ് പാല്, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ ഒക്കെയും ലോകത്തെ ഏറ്റവും നമ്പർ 1 ലഭിക്കുന്ന ഒരു രാജ്യം ഇസ്രായേലാണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ കയറ്റുമതിയും അവർക്ക് ഉണ്ട്. അപ്പം അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ തിരിച്ചു വരുന്നത് അങ്ങനെയാണ്. അപ്പം ജാതികളുടെ അവിടെ, അതുകൊണ്ട് അങ്ങനെ നിനക്ക് തോന്നരുത്. നീ ഈ കാലത്തിൽ നമുക്ക് തോന്നും അവർക്ക് ഈ ഫലസ്തീനുമായിട്ടുള്ള അല്ലെങ്കിൽ പാലസ്തീനുമായിട്ടുള്ള യുദ്ധവും അവിടുത്തെ ജനം മരിക്കുന്നതും അവരുടെ ക്രൂരതയും ഒക്കെ നമ്മൾ പലതും ചിന്തിക്കും. അപ്പോൾ നിനക്കൊരു രഹസ്യം അറിയാതിരിക്കരുത്. ജാതികളുടെ പൂർണ്ണസംഖ്യ, നമ്മൾ ഓരോരുത്തരും ഇനി ഒരുപാട് പേര് വിശ്വാസത്തിലേക്ക് വരാം. അവരുടെ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായിട്ട് കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ എഴുതി. ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. ദൈവം ഇസ്രായേലിനിപ്പം കഷ്ടമാണെങ്കിൽ ആ കഷ്ടത്തിന്, അവർക്ക് കഷ്ടമാണെങ്കിലും ആ കഷ്ടത്തിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്ന ഒരു ജനം ലോകത്താകമാനം ഉണ്ട്. അന്നുമുണ്ട്, ഇപ്പോഴുമുണ്ട്, ഇനിയും അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ എന്ന ഇസ്രായേലിനെ കുറിച്ച് അവിടെ അപ്പോസ്തലൻ കൃത്യമായി തന്നെ പറയുകയാണ്. അത് ദൈവത്തിൻ്റെ ജനം തന്നെയാണ്. അന്നും ദൈവത്തിൻ്റെ ജനം, പിന്നീടും ദൈവത്തിൻ്റെ ജനം, ലോകത്തെല്ലാം ചിതറി നടന്നപ്പോഴും ദൈവത്തിൻ്റെ ജനം, ഇന്നും അവർ ദൈവത്തിൻ്റെ ജനം തന്നെയാണ്. അവരെന്നുമെന്നും ദൈവത്തിൻ്റെ ജനം തന്നെയാണ് എന്ന് അവിടെ ആ ഒരു സംശയത്തിനിടയില്ലാതെ വണ്ണം പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നു. എന്നിട്ട് താഴോട്ട് നമ്മൾ വീണ്ടും വായിക്കുമ്പം, ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. അതിൽ ഇസ്രായേലിനെന്നോ ജാതികളെന്നോ എന്നുള്ള വ്യത്യാസമൊന്നും ദൈവമില്ല. ദൈവത്തിന് ഒരേ നീതിയാണ്. അനുസരിച്ചാൽ ഇസ്രായേലിനെ വായിച്ചല്ലോ, ആദ്യം യഹൂദനും പിന്നെ യവനനും. അപ്പം അത് ദൈവം അങ്ങനെ ഒരു ശ്രേണി വെച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ശിക്ഷ അല്ലെങ്കിൽ രക്ഷ അല്ലെങ്കിൽ അനുഗ്രഹം അല്ലെങ്കിൽ ശാപം, ഇത് അവരുടെ മനസ്സും അവരുടെ പ്രവൃത്തിയും ഒക്കെ പോലെ തന്നെ ആയിരിക്കും. എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു എന്നാണ്. എന്നിട്ട് അവസാനം, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും ദൈവത്തിൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാർ, ദൈവത്തിൻ്റെ മന്ത്രിയായിരുന്നവനാർ, ദൈവത്തിന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ, സകലവും. അപ്പോൾ നമ്മൾക്കറിയാമല്ലോ, എണ്ണ കൊടുക്കുന്നവർ, വാഴക്കൊല കൊടുക്കുന്നവർ, ഉരുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നവർ, എന്ത് കൊടുത്താണ് ദൈവത്തെ തൃപ്തിപ്പെടുത്തുക? ഈ ഭൂമി കാണുന്ന സർവ്വത്തെയും സൃഷ്ടിച്ച ദൈവത്തിന് ഇത് എന്താണ് സൃഷ്ടിക്കാൻ? ദൈവത്തിന് എന്ത് എണ്ണ കൊടുത്തിട്ടാണ്, കനച്ച എണ്ണ കൊടുത്തിട്ട് ദൈവത്തിന് പ്രസാദിപ്പിക്കാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഇന്ന് മനുഷ്യന് എല്ലാവർക്കും, പല ജാതികളുടെ ഇടയിലുള്ള മനുഷ്യർക്കുണ്ട്. ഒരു 2 രൂപയുടെ എണ്ണ കൊണ്ട് അവിടെ കത്തിച്ച് വെച്ചാൽ ദൈവത്തിന് പ്രസാദമാകുന്നു. ഈ സർവ്വ ഭൂമിയെയും പ്രകാശിപ്പിക്കുന്ന സൂര്യനുണ്ടാക്കിയ ദൈവത്തിന് ഒരു ഇരുട്ട് മുറിക്കകത്ത് ഇച്ചിരി പ്രകാശം ഉണ്ടാക്കുന്ന വെളിച്ചം കൊണ്ട് ദൈവത്തിനെ പ്രസാദിപ്പിക്കാമെന്നൊക്കെ പറയുന്നത് മൂഢന്മാർ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അതാണ് അവിടെ പറയുന്നത്. സകലവും ദൈവത്തിൽ നിന്നും ദൈവത്താലും ദൈവത്തിങ്കിലേക്കും ആകുന്നു. സകലവും ദൈവത്തിൽ നിന്നും ദൈവത്താലും ദൈവത്തിങ്കിലേക്കും ആകുന്നു. ദൈവത്തിന് എന്നേക്കും മഹത്വം എന്ന് പറഞ്ഞാണ് 11-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. നന്ദി. കേട്ട് ഇരുന്നവർക്ക് ദൈവം സമൃദ്ധമായി സഹായിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിലും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുപോലെ ആ വായനയുടെ കൂടെ വച്ചിരിക്കുന്ന ടെലിഫോണിൽ താങ്കൾക്ക് വിളിച്ച് സംസാരിക്കാവുന്നതും ആശയങ്ങൾ കൈമാറ്റം ചെയ്യുവാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനും ഉള്ളൊരു സജീവമായൊരു ചർച്ചയ്ക്കുള്ള അവസരമുണ്ട്. പ്രയോജനപ്പെടുത്തുക.